സിയുടെ ഏറെക്കാത്തിരുന്ന പട്ടിക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതൊരു ജംബോ പട്ടികയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. വൈസ് പ്രസിഡന്റുമാരായി 13 പേരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം ഏറെക്കാലമായി ഒഴിഞ്ഞുകിടന്ന ട്രഷറർ സ്ഥാനത്തേക്ക് VA നാരായണൻ എത്തുന്നു. അതിനോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാരുടെ ഒരു നീണ്ട നിര പ്രഖ്യാപിച്ചിരിക്കുന്നു. 58 ജനറൽ സെക്രട്ടറിമാരെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നിലവിലുള്ള ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണത്തിനേക്കാൾ വലുതായ പട്ടികയാണ് നിലവിലുള്ളത്. മാത്രമല്ല പ്രത്യേക രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് നിലവിലുള്ളതിനേക്കാൾ 6 പേരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും നേരത്തെ ഈ പട്ടിക പ്രഖ്യാപിക്കുമെന്ന് കരുതിയിരുന്നപ്പോഴൊന്നും ഈ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് ആളുകളെ ഉൾപ്പെടുത്തുമെന്ന് കരുതിയതല്ല. അതിനു പിന്നാലെയാണ് രാജ്മോഹൻ ഉണ്ണിത്താനെയും VK ശ്രീകണ്ഠനെയും ഡീൻ കുര്യാക്കോസിനെയും പന്തളം സുധാകരനെയും AK മണിയെയും CP മുഹമ്മദിനെയും കൂടി രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോറമാണ് രാഷ്ട്രീയകാര്യ സമിതി. അവിടേക്കാണ് ഈ പുതിയ 6 നിയമനങ്ങൾ കൂടി. പ്രത്യേകിച്ചും ഡീൻ കുര്യാക്കോസിനെയൊക്കെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് ഉൾപ്പെടുത്തുന്നതിലൂടെ നേതൃത്വം നൽകുന്ന സന്ദേശം വ്യക്തമാണ്. കാരണം നിലവിൽ A ഗ്രൂപ്പിന്റെ സംസ്ഥാനത്ത് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാളിയായി നിൽക്കുന്നത് ഡീൻ കുര്യാക്കോസ് ആണ്. ഡീൻ കുര്യാക്കോസിനെ ആ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നതോടെ നിലവിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളിൽ ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് നിലവിൽ ആലോചിക്കുന്നത്. മാത്രമല്ല ഈ ഗ്രൂപ്പ് തർക്കം മൂർച്ഛിക്കാതിരിക്കാനായി മനഃപൂർവ്വമായി തന്നെ സെക്രട്ടറിമാരുടെ പട്ടിക ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം വൈസ് പ്രസിഡന്റുമാരായുള്ള 13 പേരെയും പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരത്ചന്ദ്ര പ്രസാദും ഹൈബി ഈഡനും പാലോട് രവിയും ഈ വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒപ്പം VT ബൽറാമും VP സജീന്ദ്രനും മാത്യു കൊളനാടനും D സുഗതനും രമ്യ ഹരിദാസും ലിജുവും ഷുക്കൂറും M വിൻസെന്റും റോയ് K പൗലോസും ജെയ്സൺ ജോസഫും വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒപ്പം നിലവിലുള്ള ജനറൽ സെക്രട്ടറിമാർക്കൊപ്പം തന്നെ പുതിയ നിയമനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും നിലവിൽ ഈ ജനറൽ സെക്രട്ടറിമാരായി 58 ഒരു വലിയ പട്ടികയാണ്. ആ പട്ടിക കൂടുതൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിൽ നിന്നും ഏത് ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നാണ് പ്രാതിനിധ്യം കൂടുതൽ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാവും.